ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഒളിഹിയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയിക്കില്ലേ, ഇഷ്ടംപോലെ കിട്ടിയേക്കും. വലിയൊരുനാളായ ഒളിഹിയത്തിൻ്റെ ഇറച്ചിയാണല്ലോ, പിന്നെ അതുകൊണ്ട് എന്തൊക്കെ കാട്ടേണ്ടി നിശ്ചയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഇറച്ചി അങ്ങനെ കളയാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ ലേസം കുറച്ചൊക്കെ എടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബീഫാണ് കേട്ടോ, ബീഫും പിന്നെ ആട്ടിറച്ചിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ബീഫാണ് എടുത്തിരിക്കണത്. അപ്പോൾ കുറച്ച് നമുക്ക് കറി വെക്കാം, പിന്നെ നീളത്തിൽ പിന്നെ കട്ട് ചെയ്തെങ്ങാണ്ട് കുറച്ച് നമുക്ക് പൊരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഫ്രൈ ചെയ്താലുള്ളൂ നൂഹാക്കുട്ടിക്ക് ഇഷ്ടപ്പെടുക. അപ്പം അങ്ങനെ ആദ്യം ഞാൻ ഈ നീളത്തിൽ അരിഞ്ഞെടുത്ത ഫ്രൈ ചെയ്യാനുള്ളത് ഈ കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പിട്ട് വെള്ളമൊന്നും കൂട്ടണ്ട, നല്ലോണം ഒന്ന് തിരുമ്മിയിട്ട് കുക്കറിലിട്ടിക്കണം. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ കാണിക്കണത് ശരിക്കും കാണുന്നില്ല അല്ലേ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചെടുത്തതാട്ടോ. അത് എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ പോയി, ക്ഷമിക്കുക. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് മല്ലി പൊടിച്ചതുണ്ട്, അത് നമ്മൾ നോമ്പിന് പൊടിച്ചത് തീർന്നിട്ടില്ല. അപ്പോൾ കുറച്ച് പച്ച മല്ലി ഇവിടെ ഉണ്ടായിന്. അപ്പോൾ ഇവിടെയൊന്നും മല്ലി പൊടിച്ചാൻ പോകുമ്പോൾ അതിൽ വേറെ എല്ലാം ഒന്നും ഇടാനയക്കൂല, ഓരൊന്നും പൊടിപ്പിച്ചാൽ കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മളവിടെയൊക്കെ മല്ലി പൊടിപ്പിച്ചുമ്പോൾ മല്ലി വറുക്കണേ തന്നെ കൂട്ടും, കുറച്ച് വലിയ ജീരകവും പിന്നെ കരിവേപ്പിൻ്റെ ഇല പിന്നെ 2 പട്ട ഇതൊക്കെ കൂട്ടിങ്ങാണ്ട് പൊടിച്ചാൽ നല്ലൊരു മണവും ഒരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇച്ചിരി എടുത്ത് നമ്മളെ മിക്സിൻ്റെ ജാറിൽ മാത്രം ഇട്ടുങ്ങാണ്ടൊന്ന് പൊടിച്ച് ഇതിൽ കൂട്ടാമെന്ന് വിചാരിച്ചാൽ. എന്നും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അതിൽ ഇച്ചിരി കൂട്ടണമെന്ന്, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കൂട്ടിയില്ല. അപ്പം എന്നാൽ ഇപ്പം ഇനി കുറേ ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിക്ക് ഇങ്ങനെയൊക്കെ ഇട്ടാൽ ഒരു രസമാണല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഇതാക്കണം. നിങ്ങൾക്ക് കാണുന്നില്ല, ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് അത് ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ ഗരം മസാല തീർന്നിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലയും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ രണ്ടും 2 പാത്രത്തിലാക്കിയതാ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ജാറിലിട്ടുങ്ങാണ്ട് ആദ്യം ഈ പിന്നെ ഗരം മസാല ആക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നേക്കാരം. അപ്പോൾ അത് പൊടിച്ചു, പിന്നെ നല്ല പൊടിഞ്ഞിക്കണം കേട്ടോ. ഇനി അത് നമുക്കതിൻ്റെ പാത്രത്തിൽ ചൂടാറിയിട്ട് മാറ്റാം. അതേപോലെ ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് മല്ലി എടുത്തുങ്ങാണ്ട് ഇച്ചിരി എടുത്തുങ്ങാണ്ട് നമുക്ക് ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ചെറിയ ജാറിലാകുമ്പോൾ നന്നായി പൊടിഞ്ഞോളും. അപ്പം അങ്ങനെ അതാ പൊടിച്ചെടുത്തേക്കണേ. അപ്പം ഇതിൽ നിന്ന് ഒരിച്ചിരി കൂട്ടിങ്ങാണ്ടാട്ടോ ഞാനിത് പിന്നെ മസാല കൂട്ടണത്. അപ്പോൾ ഒന്ന് ഗരം മസാല, ഒന്ന് മറ്റേ മല്ലി. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഈ പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ഇറച്ചിക്കുള്ളത് കൂട്ടാം. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ 2 മല്ലിച്ചപ്പ്, പുതിന ഇതെല്ലാം കൂടി കൂട്ടിങ്ങാണ്ട് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിരുന്നു കേട്ടോ. അതിക്ക് പിന്നെ കാശ്മീരി മുളക് പൊടിയും മീറ്റ് മസാല, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ പാകത്തിന് ഇടുക. കാര്യം നമ്മൾ ആദ്യം വേവിച്ചാൻ വെച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതിന് പാകത്തിന് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ചുള്ളിട്ടിട്ട് കേട്ടോ. അപ്പം നന്നായി മിക്സ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഇറച്ചി ഇട്ടുങ്ങാണ്ടൊന്നും കൂടി നന്നായി എല്ലായിടത്തും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആക്കാം കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും കൂട്ടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് തരാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പാനിൽ തന്നെ ഇച്ചിരിയാക്കി ഇങ്ങനെ പൊരിച്ചെടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ ഒരേപോലെ വെന്തില്ലാന്ന് വരും. അപ്പോൾ
പതുക്കെ പതുക്കെ നമുക്ക് ഇച്ചിരിയാക്കിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് അടുപ്പിൽ നമുക്ക് കറിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കണ്, അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്. അസ്സലാമു അലൈക്കും.